ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 പല പ്രധാന ഗ്രഹങ്ങൾക്കും രാശിമാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട്. മാർച്ച് 29 ശനി രാശി മാറി. മെയ് 14 വ്യാഴവും രാശി മാറുന്നതാണ്. അതിനുശേഷം മെയ് മാസം 18 രാഹുകേതുക്കൾക്കും രാശിമാറ്റം സംഭവിക്കുന്നതാണ്. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റങ്ങൾ പലതരത്തിൽ സ്വാധീനിക്കുന്നതാണ്. ജാതകത്തിൽ ഗ്രഹങ്ങളുടെ അവസ്ഥ, അതായത് ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാശിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഓരോ ഗ്രഹങ്ങളുടെയും ഫലദാനശേഷിയൊക്കെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ജാതകത്തിൽ നല്ല സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ഗ്രഹങ്ങൾ ചാരവശാൽ രാശിയൊക്കെ മാറുമ്പോൾ ദോഷസ്ഥാനത്തേക്കൊക്കെയാണ് രാശി മാറുന്നതെങ്കിലും വലിയ ദോഷങ്ങളൊന്നും ചെയ്യില്ല. മറിച്ച് ജാതകത്തിൽ ദോഷസ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ഗ്രഹങ്ങൾ ദോഷസ്ഥാനത്തേക്ക് തന്നെയാണ് രാശി മാറുന്നതെങ്കിൽ ദോഷ അനുഭവങ്ങൾ വർദ്ധിക്കുന്നതുമാണ്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ദശാകാലവും ഗുണദോഷ ഫലങ്ങളൊക്കെ തരുന്നതിൽ പ്രധാന പങ്കൊക്കെ വഹിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ രാഹുകേതുക്കളുടെ രാശിമാറ്റത്തെ പറ്റിയാണ് പറയുന്നത്. ശനി കഴിഞ്ഞാൽ ഏറ്റവും പതിയെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ് രാഹുകേതുക്കൾ. ശനി 2.5 വർഷത്തിന് ശേഷമാണ് രാശി മാറുന്നത്. രാഹുകേതുക്കൾ 18 മാസത്തിന് ശേഷം ഒരു രാശിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുന്നതാണ്. മറ്റ് ഗ്രഹങ്ങളൊക്കെ നേരെ സഞ്ചരിക്കുമ്പോൾ രാഹുകേതുക്കൾ വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത്. എപ്പോഴും ഒരു നേർരേഖയുടെ രണ്ടറ്റങ്ങളിലായി പരസ്പരം 180 ഡിഗ്രി വിട്ടാണ് രാഹുകേതുക്കൾ നിൽക്കുന്നത്. രാഹുവും കേതുവും ഒന്നാണോ അതോ ഇനി രണ്ടാണോ എന്നത് ഇപ്പോഴും സംശയമായ കാര്യമാണ്. അതിന് കാരണം രാഹു ഒരല്പം സഞ്ചരിക്കുമ്പോൾ കേതുവും അപ്പോൾ തന്നെ ചലിക്കുന്നുണ്ട്. രാഹുവിനെയും കേതുവിനെയും നിഴൽ ഗ്രഹങ്ങളായിട്ടുമാണ് ജ്യോതിഷത്തിൽ സങ്കല്പിക്കുന്നത്. ഇവർക്ക് രാശിചക്രത്തിൽ സ്വന്തമായി രാശിയൊന്നുമില്ല. ഏത് ഗ്രഹത്തിൻ്റെ രാശിയിലാണോ ഇവർ നിൽക്കുന്നത് ആ ഗ്രഹങ്ങളെ ഇവർ സ്വാധീനിക്കുന്നതുമാണ്. 2025 മെയ് 18 രാഹു മീനം രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കുമാണ് രാശി മാറുന്നത്. ഈ രാശിമാറ്റം ഓരോ രാശിക്കാരെയും എങ്ങനെ ബാധിക്കും എന്നതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് രാഹു 5-ാം ഭാവത്തിൽ നിന്ന് 4-ാം ഭാവത്തിലേക്കും കേതു 11-ാം ഭാവത്തിൽ നിന്ന് 10-ാം ഭാവത്തിലേക്കും രാശി മാറുകയാണ്. വൃശ്ചികക്കൂറുകാർക്ക് കണ്ടക ശനിയൊക്കെ മാറിയ സമയമാണ്. 4-ാം ഭാവത്തിൽ കണ്ടകശനിയായിരുന്നു. ആ കണ്ടകശനി മാറിയ സമയമാണ്. എന്നാൽ വ്യാഴം മെയ് 14 അഷ്ടമ ഭാവത്തിലേക്ക് രാശി മാറുന്നത് ദൈവാധീനക്കുറവൊക്കെ ഉണ്ടായേക്കാം. വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാശിമാറ്റത്തെ പറ്റിയുള്ള വീഡിയോ ഒക്കെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി പോയി കാണേണ്ടതാണ്. ഈ വീഡിയോയിൽ രാഹുകേതുക്കളുടെ രാശിമാറ്റത്തെ പറ്റിയുള്ള ഫലങ്ങൾ മാത്രമാണ് പറയുന്നത്. ആദ്യം രാഹുവിൻ്റെ ഫലത്തെപ്പറ്റി നോക്കാം. രാഹു 4-ാം ഭാവത്തിൽ വരുമ്പോൾ വീട്ടിൽ നിന്നുമൊക്കെ വിട്ടുമാറി നിൽക്കാനൊക്കെ ഉള്ള അവസ്ഥ ഉണ്ടാകുന്നതാണ്. അത് പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ജോലിയുടെയൊക്കെ ആവശ്യങ്ങൾക്കോ അതുമല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ വീട്ടിൽ നിന്നുമൊക്കെ മാറി നിൽക്കേണ്ടതായി വരാം. അതുപോലെ മനസ്സിന് ഇടയ്ക്കിടയ്ക്കൊക്കെ ചാഞ്ചല്യം ഉണ്ടാകാം. തീരുമാനങ്ങളിലൊന്നും ഉറച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. അതുപോലെ അവനവൻ്റെ സ്വന്തം ബന്ധുക്കളും ഒക്കെ ആയിട്ട് ഒരു നല്ല ബന്ധം പുലർത്താനും കഴിയണം എന്നില്ല. അതുപോലെ സുഹൃത്തുക്കൾ പറയുന്ന വാക്കുകൾ, എല്ലാ വാക്കുകളും മുഖവിലയ്ക്കൊന്നും എടുക്കരുത്. ഗൃഹനിർമ്മാണമൊക്കെ നടക്കുന്നവരാണെങ്കിൽ അതിലൊക്കെ അല്പം താമസം നേരിട്ടേക്കാം. അതുപോലെ മാതാവിൻ്റെയൊക്കെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധയുണ്ടാകണം.
നിങ്ങളുടെ ഭൂമിയൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അതുപോലെ നിയമവിരുദ്ധമായ പ്രവർത്തികളൊക്കെ ചെയ്യാനുള്ള പ്രേരണയൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയൊക്കെ ഉണ്ട്. അതിനാൽ നെഗറ്റീവ് ചിന്തകളൊക്കെ അകറ്റിയൊക്കെ നിർത്താൻ ബോധപൂർവമൊക്കെ ശ്രമിക്കേണ്ടതാണ്. വാഹനമൊക്കെ ഉപയോഗിക്കുന്നവർ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുക. ഭൂമി സംബന്ധമായും വാഹന സംബന്ധമായും ഒക്കെയുള്ള ചിലവുകളും വർദ്ധിക്കുന്ന സമയമാണ്. വീട്ടിൽ സമാധാനപരമായ അന്തരീക്ഷമൊക്കെ നിലനിർത്തുന്നതിന് നിങ്ങൾ തന്നെ കൂടുതൽ ശ്രമങ്ങളൊക്കെ നടത്തേണ്ടി വരുന്നതാണ്. ശത്രുക്കളുടെയൊക്കെ കാര്യത്തിലും കൂടുതൽ കരുതലുകളൊക്കെ എടുക്കേണ്ടതാണ്. എന്നാൽ നിങ്ങളിൽ ചിലർ ശത്രുക്കളും ഒക്കെ ആയിട്ട് ഒരു രമ്യതയിലൊക്കെ എത്താനും സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് രാഹുമാറ്റത്താലുള്ള പൊതുഫലങ്ങൾ. ഇനി കേതുവിൻ്റെ ഫലങ്ങൾ നോക്കാം. കേതു 10ാം ഭാവത്തിലേക്കാണ് രാശി മാറി വരുന്നത്. അത് നിലവിലുള്ള ജോലി ഒക്കെ മാറി പുതിയൊരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. ഈ സമയത്ത് ജോലി മാറുന്നത് പുതിയൊരു ജോലിയൊക്കെ ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ പഴയ ജോലി കളഞ്ഞ് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാവൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. അതുപോലെ കമ്പനികളിലൊക്കെ ഈ ഷിഫ്റ്റൊക്കെ അടിസ്ഥാനത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ആ ഷിഫ്റ്റിൻ്റെ മാറ്റം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയേക്കാം. തെറ്റായ കൂട്ടുകെട്ടുകളിലൂടെ പണം നഷ്ടപ്പെടാനും സാധ്യതയൊക്കെ ഉണ്ട്. വ്യാപാരത്തിലെ നഷ്ടമൊക്കെ മൂലമോ അല്ലെങ്കിൽ ജോലിസ്ഥലത്തെ പുരോഗതിയുടെയൊക്കെ അഭാവം മൂലമോ മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടേക്കാം. ശത്രുക്കൾക്കൊക്കെ എതിരെ ജാഗ്രതയും പുലർത്തേണ്ടതാണ്. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിലുമൊക്കെ ശ്രദ്ധ വേണ്ട സമയമാണ്. ഇതൊക്കെയാണ് രാഹുകേതുക്കളുടെ രാശിമാറ്റത്താലുള്ള പൊതുഫലങ്ങൾ. പരിഹാരമാർഗ്ഗങ്ങളൊക്കെ ചെയ്യുക വഴി ഗുണഫലങ്ങളൊക്കെ വർദ്ധിക്കുന്നതും ആണ്. രാഹുകേതു ദോഷങ്ങൾക്കുള്ള പരിഹാരമാർഗ്ഗങ്ങൾ എന്താണെന്ന് നോക്കാം. രാഹുദോഷത്തിന് സർപ്പാരാധന നടത്തുക. അതുപോലെ സർപ്പങ്ങൾക്ക് മഞ്ഞപ്പൊടി വഴിപാടായിട്ടൊക്കെ സമർപ്പിക്കുക. സർപ്പത്തെ ആഭരണമാക്കിയിരിക്കുന്ന ശിവനെ ഭജിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് നല്ലതാണ്. ശിവന് ധാര, കൂവളമാല, പിൻവിളക്ക് തുടങ്ങിയവ സമർപ്പിക്കാം. കേതുദോഷത്തിന് പരിഹാരമായി ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നാളികേരം ഉടയ്ക്കുകയോ കർഗമാല ചാർത്തുകയോ ഗണപതി ഹോമം നടത്തുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. കേതു എല്ലാ കാര്യങ്ങളിലും വിഘ്നമുണ്ടാക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. അതിനാൽ തന്നെ വിഘ്നേശ്വരനാണ് ഉത്തമ പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ രാഹുകേതുക്കൾക്ക് അർച്ചന നടത്തുന്നതും ഗ്രഹദോഷ പരിഹാരത്തിന് ഉത്തമമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.